അല്ല, ഞാനതിനാണല്ലോ ഇന്നലെ പറഞ്ഞത്. ഓരോ ക്ഷേത്രങ്ങളിൽ ഓരോ ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങൾ തീരുമാനിക്കേണ്ട ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരാണ്. ചില ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് കയറാവുന്ന നിയമമുണ്ട്, ചിലയിടത്ത് ഷർട്ട് ഇടാതെ കയറുന്ന നിയമമുണ്ട്. അപ്പോൾ അതൊക്കെ അതാത് ക്ഷേത്രങ്ങളുടെ ഘടന അനുസരിച്ച് തന്ത്രിമാർ തീരുമാനമെടുക്കും. തന്ത്രിമാർ തീരുമാനമെടുക്കുന്നത് ദേവപ്രശ്നം വെച്ചെടുക്കണം എന്നാണ് അതിൻ്റെ നിയമം. അപ്പോൾ ഇതിനൊക്കെ ചില ചിട്ടകളും വട്ടങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും രാഷ്ട്രീയമായിട്ട് എടുക്കേണ്ട തീരുമാനമല്ല. അപ്പോൾ ക്ഷേത്രങ്ങളെ ക്ഷേത്രത്തിൻ്റെ വഴിക്ക് വിടുക, പള്ളികളെ അതിൻ്റെ വഴിക്ക് വിടുക. രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട ഒരു സ്ഥാനത്ത് അനാവശ്യമായിട്ടാണ് ഇപ്പോഴത്തെ ചർച്ച നടക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, പെരിയ കേസിലെ വിധി വന്നപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി പ്രതിക്കൂട്ടിൽ നിൽക്കുക, അതിൽ നിന്നും അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനുള്ള ശ്രമം. രണ്ട്, സജി ചെറിയാൻ്റെ ലഹരിക്ക് അനുകൂലമായിട്ടുള്ള പ്രസ്താവന. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, 1-2 കഞ്ചാവ് 2 വലി വലിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ അതൊന്നും ചർച്ച ചെയ്യുന്നില്ല. കൊടി സുനിക്ക് ഒരു 30 ദിവസത്തെ പരോൾ കൊടുത്തു, അത് ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്ന, സർക്കാർ ലെവലിൽ ചെയ്യുന്ന അവരുടെ ക്രിമിനൽ സ്വഭാവം അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാനാണ് സനാതന ധർമ്മവും ഷർട്ട് ഉരലുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ കൂടുതൽ ചർച്ചയ്ക്കൊന്നും ആവശ്യമില്ല. ഇവിടെ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടത്. പ്രതിപക്ഷ നേതാവ് ഈ സർക്കാരിനെ കുറിച്ച് സാമ്പത്തികമായിട്ടുള്ള അഴിമതി ആരോപണം ഉന്നയിച്ചു, അതും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ചർച്ച ചെയ്യുന്നത് ഷർട്ട് ഉരൽ, സനാതനധർമ്മം, ഭാവിയിലെ UDF മുഖ്യമന്ത്രി, ഇതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല. അപ്പോൾ ഇത് ബോധപൂർവം മുഖ്യമന്ത്രി ഒരു കുഴി കുഴിച്ചു, അതിലെല്ലാവരും വീണുപോയി. അതാണ് യാഥാർത്ഥ്യം. ഈ വിഷയങ്ങളൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയം ചർച്ച ചെയ്യണം. പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ്. 2025-ഉം 2026-ഉം ഇലക്ഷൻ വർഷമാണ്. ഇടതുപക്ഷ സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായി പോരാടേണ്ട ഈ സമയത്ത് ഇതുപോലുള്ള വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധ ഊന്നി മുന്നോട്ട് പോകുന്നത്, അതിൻ്റെ ഗുണം കിട്ടുന്നത് പിണറായി വിജയനാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും പ്രതികരിക്കണം, എല്ലാവരും പ്രവർത്തിക്കണം. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പിണറായിയുടെ 2 ലക്ഷ്യമാണ്. ഒന്ന്, കോൺഗ്രസിനെ തകർക്കുക. സനാതനധർമ്മം എടുത്തിട്ടുള്ളത് BJPനെ കേരളത്തിൽ വളർത്താൻ വേണ്ടിയാണ്. സനാതനധർമ്മം അശ്ലീലാണെന്ന് വരെ ഗോവിന്ദൻ മാഷ് പറഞ്ഞു. അതൊക്കെ ഇന്ത്യൻ്റെ പൈതൃകത്തിനെ അവമാനിക്കലാണ്. ഇതിനൊന്നും ആരും കൂട്ടു നിൽക്കരുത്. രാഷ്ട്രീയം ചർച്ച ചെയ്യണം. ഞങ്ങളതാ പറഞ്ഞത്, രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട സ്ഥാനത്ത് ഇതുപോലുള്ള അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണ്ട. കേരള കോൺഗ്രസിനെ UDF-ൽ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു. മുസ്ലിം ലീഗാണ് അതിന് നീക്കം നടത്തുന്നത്. തിരുവമ്പാടി സീറ്റ് അവർക്ക് നൽകാം എന്നുള്ളൊരു ഉറപ്പ് അവർ കൊടുത്തു എന്നൊക്കെ പറയുന്നു. അങ്ങനെ യാതൊരു ഉറപ്പും കൊടുത്തായിട്ട് ഞങ്ങൾക്കാർക്കും അറിയില്ല. കാരണം സീറ്റ് ചർച്ചയൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. പഞ്ചായത്ത് കഴിഞ്ഞിട്ട് വേണ്ട അസംബ്ലി വരാൻ. മുന്നണി വിട്ടവരൊക്കെ തിരിച്ചു വരണമെന്ന് ആദ്യം പറഞ്ഞ ആൾ ഞാനാണ്. UDF വിട്ടുപോയ എല്ലാ കക്ഷികളും തിരിച്ചു വരണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് തുടക്കം തൊട്ടുണ്ടായിരുന്നത്. അത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യേണ്ട സമയം ഇത് തന്നെയാണ്. ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നു, അസംബ്ലി ഇലക്ഷൻ വരുന്നു. അപ്പോൾ അസംബ്ലി ഇലക്ഷനിലെ മുന്നണി വികസനം എന്നുള്ളത് നേരത്തെ നടക്കേണ്ടതാണ്. നടക്കുകയാണെങ്കിൽ അതിന് പഞ്ചായത്ത് ഇലക്ഷൻ ഒരു പ്രധാന ഘടകമാണ്. കാരണം ഇത് പാർട്ടി പ്രവർത്തകരുടെ ഇലക്ഷനല്ലേ. അപ്പോൾ പാർട്ടി പ്രവർത്തകരുടെ ഇലക്ഷന് അവർക്ക് മെച്ചമുണ്ടാവണം. പാർട്ടി പ്രവർത്തകർക്ക് മെച്ചമുണ്ടാവണമെങ്കിൽ മുന്നണി വിപുലീകരണം അതിനു മുമ്പ് നടക്കണം. അപ്പോൾ പിന്നെ മുന്നണി വിപുലീകരണം എല്ലാവരെയും വിളിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. മുന്നണിക്കകത്ത് ചർച്ച ചെയ്യണം, പാർട്ടിക്കകത്തൊരു ചർച്ചയുണ്ടാവും. ഇത് രണ്ടും കഴിഞ്ഞ് ഉചിതമായിട്ടുള്ള തീരുമാനം മുന്നണി നേതൃത്വം കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ അതങ്ങനെ പറഞ്ഞിട്ടല്ലല്ലോ ചർച്ച നടത്തുക. മുന്നണി വിപുലീകരണം പത്രസമ്മേളനത്തിൽ ഞങ്ങൾ തുടങ്ങാൻ പോകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വല്ല ഭദ്രതയും തെളിയിക്കലുണ്ടോ? അതൊന്നുമില്ലല്ലോ. തുടങ്ങേണ്ട സമയത്ത് തുടങ്ങി കാണും. അല്ല, അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കട്ടെ. ആരുടെ മുമ്പിലും വാതിൽ കൊട്ടിയടയ്ക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനല്ല. അത് അതിന് ശേഷം തീരുമാനിക്കേണ്ട കാര്യമാണ്. ആദ്യം പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കണം, 2 നിയമസഭ ജയിച്ച് ഭൂരിപക്ഷം ഉണ്ടാകണം. ഇതിന് ശേഷമല്ലേ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ട ആവശ്യമുണ്ട്. NSS-ഉം SNDP-യും രമേശ് ചെന്നിത്തല പുകഴ്ത്തി രംഗത്തെത്തുന്നു. അതിന് പിന്നാലെ സമസ്തയുടെ പരിപാടി പങ്കെടുക്കുന്നു. ഇപ്പോൾ പാലക്കാട് തങ്ങളടക്കം ചെന്നിത്തല പുകഴ്ത്തി പോസ്റ്റ് ഇട്ടിരിക്കുക. അപ്പോൾ ഈ ചെന്നിത്തല ഒരു സർവ്വസ്വീകാരനായിട്ടുണ്ടോ UDF-ൽ ഇപ്പോൾ? അതിപ്പോൾ എല്ലാവരും പുകഴ്ത്താറൊക്കെയുണ്ട്. എല്ലാവരും പുകഴ്ത്താറൊക്കെയുണ്ട്. ആരും എഴുത്താറൊന്നുമില്ല. അതുകൊണ്ട് ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രിയാവില്ല. അതിന് കോൺഗ്രസ്സിന് ചില ചിട്ടവട്ടങ്ങളൊക്കെയുണ്ട്. കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ ഭൂരിപക്ഷം നോക്കണം,
ഡൽഹിയുടെ അഭിപ്രായം അറിയണം. അപ്പോൾ ആ തീരുമാനം ഞാൻ പറഞ്ഞല്ലോ, മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധി ഉള്ളപ്പോൾ ഇത് ഇവിടെ വെറുതെ ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇങ്ങനെ പിന്നെ എല്ലാ സമുദായങ്ങളും കോൺഗ്രസ്സുകാരെ ഇപ്പോൾ സ്വീകരിക്കുന്നത് നല്ല കാര്യമല്ലേ? നിങ്ങളെപ്പോഴും പറയാറുള്ളത് കോൺഗ്രസിൽ നിന്ന് സമുദായങ്ങൾ അകന്നു പോകുന്നു എന്നല്ലേ? ഇപ്പം അടുത്തോണ്ടിരിക്കുക. വി ഡി സതീശൻ ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതിലൊന്നും കുഴപ്പമില്ല. ഇവിടെ ഗ്രൂപ്പിൻ്റെ ഒരു ചർച്ചയില്ല, പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന ചർച്ചയാണ്. ഗ്രൂപ്പിൻ്റെയൊക്കെ കാലഘട്ടം അസ്തമിച്ചു. അതിനൊന്നും ഇനി പ്രസക്തിയില്ല. അതിന് പ്രവർത്തകരെയും കിട്ടില്ല. ഇതൊക്കെ നേതാക്കന്മാർക്ക് ഓരോ സ്ഥാനം കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ് ഗ്രൂപ്പിസം എന്ന് എല്ലാവർക്കും മനസ്സിലായിപ്പോൾ. ഇപ്പം അങ്ങനത്തെ ഒന്ന് ഗ്രൂപ്പ് യോഗങ്ങളൊന്നും എവിടെയും നടക്കുന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പാർട്ടിയെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരിക, ആ ലക്ഷ്യത്തിലാണ് എല്ലാവരും മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയ്ക്കൊന്നും ഇപ്പോൾ ഒരു പ്രസക്തിയില്ല. ഏതായാലും ഭൂരിപക്ഷം കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അതുകൊണ്ടാണല്ലോ എല്ലാവരും മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് നീങ്ങുന്നത്. അതൊക്കെ മുന്നണിക്കകത്ത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കണം. സാധാരണ മുന്നണി യോഗം ചേർന്ന് മുഖ്യമന്ത്രി സ്ഥാനം മുന്നണിയെ നയിക്കുന്ന പാർട്ടിക്കാണ് സാധാരണ കൊടുക്കാറുള്ളത്. അതാണ് കീഴ്വഴക്കം. അതെല്ലാ പാർട്ടിയിലും അങ്ങനത്തെ. അല്ല, മുസ്ലിം ലീഗും കോൺഗ്രസുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്. അത് ഇല്ലാതാക്കാൻ ആരും നോക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ ഒരു തർക്കവും UDF ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും മുന്നണിയെ നയിക്കുന്ന കക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസിന് ഒരു പ്രയോറിറ്റി തരാറുണ്ട്. ലീഗ് വർഗീയതയ്ക്ക് അടിപ്പെട്ടു, ഇങ്ങനെ പോയെങ്കിൽ വർഗീയത ലീഗിനെ വീഴുന്നു എന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പ്രസംഗിച്ചതാണ്. അതിന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മറുപടി പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാറുള്ളത്. വിളിക്കുന്ന സ്ഥലത്ത് എല്ലാവരും പോവും, ഞങ്ങളും പോവാറൊക്കെ ഉണ്ട്. പിന്നെ ചെന്നിത്തല പോകുമ്പോൾ മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ, ഞങ്ങളൊന്നും പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അല്ല അതൊന്നുമല്ല. അതിപ്പോൾ നമ്മുടെ ആൾക്കാരുടെ ഒരു ശീലം ഉണ്ടല്ലോ. ഒരാൾക്കൊരു പ്രാധാന്യം കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോകും, അല്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കില്ല. അതൊക്കെ ഞാനൊക്കെ കുറേ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ആൾ കൂടുന്നതിൽ വലിയ കഥയൊന്നും. ഏതാ? അല്ല, ഞാനും കുറേ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ആൾ കൂടുന്നതിലൊന്നും വലിയ പ്രാധാന്യം ഞാൻ കാണുന്നില്ല. അല്ല, എന്നെയൊക്കെ ധാരാളം പ്രവർത്തകർ എൻ്റെ കൂടെ സ്ഥിരം കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ പ്രശ്നമൊന്നുമില്ല. ശരി.